കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ ആരോപണം തള്ളി LDF കൺവീനർ ഇ.പി. ജയരാജൻ. രാജീവ് ചന്ദ്രശേഖറുമായുള്ള ബിസിനസ് ബന്ധം തെളിയിച്ചാൽ സ്വത്ത് മുഴുവൻ എഴുതിത്തരാമെന്ന പ്രതിപക്ഷ നേതാവിനെ ഇ.പി. വെല്ലുവിളിച്ചു. 24 ചാനൽ വ്യാജ വാർത്ത നൽകി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും ക്രിമിനൽ സൈബർ കേസുകൾ നൽകുമെന്നും ഇ.പി. ജയരാജൻ വ്യക്തമാക്കി. എന്നാൽ കേസ് കൊടുത്താൽ സ്വാഗതം ചെയ്യുമെന്നും ഇരുവരുടെയും ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും വി.ഡി. സതീശൻ തിരിച്ചടിച്ചു. രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന വി.ഡി. സതീശന്റെ ആരോപണം പൂർണ്ണമായി നിഷേധിച്ച ഇ.പി. ജയരാജൻ തിരിച്ചു വെല്ലുവിളിക്കുകയും ചെയ്തു. രാജീവ് ചന്ദ്രശേഖരനെ തന്നെ ഇന്ന് വരെ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരുമായിട്ട് എനിക്ക് ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ല. രാജീവ് ചന്ദ്രശേഖരനെ എവിടെയുള്ള ആളുകൾ കാണുന്ന പോലെ പത്രത്തിൽ പടത്തിൽ കാണുന്നതാണ്. എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ് മുഴുവൻ വി.ഡി. സതീശന് സൗജന്യമായി കൊടുക്കുന്നു. വി.ഡി. സതീശൻ സ്റ്റാമ്പ് പേപ്പറിൽ തയ്യാറാക്കി വന്നാൽ ഞാൻ അപ്പോൾ ഒപ്പിട്ട് കൊടുക്കുക. തനിക്കെതിരെ സ്പോൺസേഡ് വാർത്തകൾ വരുന്നതായും നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ.പി. ജയരാജൻ. നമ്മുടെ 24 ചാനൽ അവർ കുറച്ചു കാലമായി എന്നെ വേട്ടയിടാൻ തുടങ്ങിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവരാരൊഴിയോ പണം വാങ്ങി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കരാറെടുത്തിട്ടുള്ള ഒരു ചാനലാണെന്നാണ്. ഞാൻ ഏതായാലും 24-നെതിരായിട്ടൊരു ക്രിമിനൽ കേസും ഒരു സൈബർ കേസ് ഇതൊരു കുറ്റാരോപിച്ചുകൊണ്ട് ഒരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയമാണ്. ഇ.പി. ജയരാജന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തി. കേസ് കൊടുത്തോ? കേസ് കൊടുത്താൽ ഞാൻ അതിന്റെ മുഴുവൻ തെളിവുകൾ അത് പുറത്തുവിടും. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഈ നിരന്മയ റിസോർട്ടിന്റെ അധികാരികളുമായി ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെയുള്ള ധാരാളം തെളിവുകൾ ഇത് സംബന്ധിച്ച് എന്റെ കയ്യിലുണ്ട്. ബി.ജെ.പിയെ പ്രീണിപ്പിക്കാൻ ഇ.പി. ജയരാജനെ കൊണ്ട് ബി.ജെ.പി അനുകൂല വർത്തമാനം പറയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഇ.പി. ജയരാജൻ അതിന്റെ ഒരു ഉപകരണമാണ്. ചില ബി.ജെ.പി സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന പേരിൽ വന്ന വാർത്ത രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി ചിലർ തെറ്റായി നൽകിയതാണെന്നും ഇ.പി. ജയരാജൻ പ്രതികരിച്ചു. റിപ്പോർട്ടർ, കണ്ണൂർ.